നമസ്കാരം. ഇത് ഉത്തര കർണാടകയിലെ ഒരു വില്ലേജാണ്, ബൽഗാം എന്ന് പറയും. വണ്ടിയുണ്ട്. ഞങ്ങളുടെ ഈ വില്ലേജിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചുമ്മാ ഒന്ന് കാർ കൊണ്ട് പോകണ വഴിക്ക് ഇവിടെ ഒരു നമ്മുടെ നാട്ടിലധികം കാണാത്ത ചില തോട്ടങ്ങളൊക്കെ എന്താ മോനെ കഥകളെത്താ. ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് നമ്മുടെ നാട്ടിലധികം കാണാത്ത ചില ഇവിടെ നല്ല കൃഷിയുണ്ട് കേട്ടോ. ഇത് ഒരു കൃഷി സ്ഥലങ്ങളാണ്, മുഴുവൻ വില്ലേജ് ആണ്. ശംഭുവാ വണ്ടി വരും. ഇത് കാര്യം വില്ലേജ് ആണെങ്കിൽ വണ്ടി എപ്പോഴും പോകുന്നുണ്ട്. അപ്പൊ സംഭവം കൂടുതൽ കൈ പിടിച്ചെങ്കിൽ ശരിയാവില്ല. അപ്പൊ നമ്മളെ ഇത് വിളവെടുപ്പ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഇവിടെ കോളിഫ്ലവറും പിന്നെ എന്തൊക്കെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ശംഭു ദീപ അവിടെ ഹായ് പറഞ്ഞേ. ഭയ്യ നമസ്തേ. क्या है? कॉलीफ्लावर. अब उसके बाजू കാക്കരി. ഇത് വെള്ളരിക്കല്ല, കുക്കുംബർ. മറ്റേ നമ്മൾ ഈ ജ്യൂസ് അടിക്കുന്ന കുക്കുംബറാണ് കേട്ടോ. അതെ അതെ ശംഭു ചേട്ടാ വാങ്ങിച്ചോ. താങ്ക് യു മേഡം. സോറി അവനെ കാണിച്ചില്ലേ. നീ വണ്ടിയുണ്ട്. ഇവിടെ പിടിച്ചോ. ഒരു ചേച്ചി ഇവര് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ കൃഷിയുടെ ഇങ്ങനെ വെള്ളമെടുത്ത് കൊണ്ടുപോകാണ്. മാർക്കറ്റ് में लेके जाएंगे. हम उधर जा सकते हैं. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഞാൻ കളയച്ചാ. ചെളി വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ ഇവിടെ. വെണ്ടയ്ക്ക ഞാനത് വെണ്ടയ്ക്ക എടുത്ത് വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ അവിടെ. കോളിഫ്ലവർ കിതറേ എല്ലി വെണ്ടയ്ക്ക ഇപ്പൊ ആയി വന്നോളൂ. നല്ലൊരു അടിപൊളി കൃഷിയുടെ ആയിട്ട് നമ്മൾ വന്നേക്കണത്. നമ്മളിങ്ങനെ ഈ വില്ലേജ് വഴി ചുമ്മാ പോയതാണ്. നമ്മൾ കാറിന് ലോക്കാക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല മനുഷ്യന്മാരാണ് ഇവിടുത്തെ ആൾക്കാരെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളിഫ്ലവർ തോട്ടം കാണുന്നത്. എന്തേ നല്ല ഒന്നാന്തരം കോളിഫ്ലവർ, നല്ല ഒന്നാന്തരം കോളിഫ്ലവർ ഉണ്ടായി നിൽക്കുവാണ്. നമുക്കെന്തായാലും ആ ചേട്ടൻ കുക്കുംബർ തന്നു. അപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾ ഇത് വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ. വിളവെടുത്ത് കഴിഞ്ഞു കുക്കുംബർ, സോറി കോളിഫ്ലവർ. കരിമ്പുണ്ട് കേട്ടോ. കരിമ്പൻ തോട്ടം ഉണ്ട് ഇവിടെ. കരിമ്പ് നല്ല ഇത് ജ്യൂസ് അടിക്കുന്ന കരിമ്പല്ല കേട്ടോ. പഞ്ചസാര ഉണ്ടാക്കുന്ന, ശർക്കര ഉണ്ടാക്കുന്ന കരിമ്പാ. നല്ല നീല നിറമുള്ള കരിമ്പാ, വെള്ള നിറമുള്ള കരിമ്പല്ല. നല്ല കരിമ്പാട്ടാ. അത് ഒനിയന്റെ പാടുണ്ടാവും വേറെ. ഒനിയൻ കൃഷി ചെയ്തതിന്റെ ബാക്കി. എന്നാടാ കുട്ടാ? കരിമ്പ്. ശംഭു ഇതെന്താ ശംഭു? ഇത് ഇതാ ഉള്ളി. കണ്ടതേ ഉള്ളി. ശംഭു കൊണ്ടുപോണോ ഉള്ളി? വാ. ഒരു ബസ് ഓൺ ഓടിക്കുന്നുണ്ട്. നമ്മുടെ കാറ് പാർക്ക് ചെയ്തത് പ്രശ്നമാണെന്ന് ഓർത്തു. നമ്മൾ വണ്ടി ഒതുക്കി ഇട്ടേക്കണത്. വില്ലേജ് ഏരിയ എന്ന് പറയുമ്പോൾ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സൊക്കെ പോകുന്ന